യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് ഏത് ക്രിസ്തു വിശ്വാസിയുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ലക്ഷ്യത്തെക്കാൾ അധികം ആരാധനയ്ക്കും ഉപവാസ പ്രാർത്ഥനകൾക്കും കൺവെൻഷനുകൾക്കും ആണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നാം ആത്മീയരല്ല, മതഭക്തരാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ആളുകൾക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നതിനേക്കാൾ പ്രാധാന്യം മറ്റ് ആത്മീക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുക എന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ യേശു പറഞ്ഞ ചില പ്രസ്താവനകൾ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഇത് കർത്താവായ യേശു പറഞ്ഞ വാക്കുകളാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പരീശന്മാരെക്കുറിച്ചാണ് പറഞ്ഞത്. യേശു കർത്താവിൻ്റെ കാലത്ത് ഏറ്റവും മതഭക്തരായ ആളുകൾ പരീശന്മാരായിരുന്നു. അവരുടെ ഉദ്ദേശം വളരെ നല്ലതാണ്. അത് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പരീശന്മാർ രൂപം കൊണ്ടത് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തിയിട്ട് പറഞ്ഞത്, അവരുടെ പ്രവൃത്തികൾ പോലെ നിങ്ങൾ ചെയ്യരുത്, മറിച്ച് അവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ലായിരുന്നു, നല്ല ഉപദേശങ്ങളായിരുന്നു അവർ പറയുന്നത്. പക്ഷേ പറയുന്നതല്ലാതെ പറയുന്ന ഒരു കാര്യവും അവർ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് അവരെ മതഭക്തരായിട്ടാണ് കാണുന്നത്. മതഭക്തർക്ക് ഇങ്ങനെയൊക്കെ ആകുവാനേ സാധിക്കുകയുള്ളൂ. നല്ല ഉദ്ദേശം അവർക്കുണ്ടായിരുന്നിട്ടും ദൈവപ്രസാദം ലഭിക്കാതെ ദൈവത്തിൻ്റെ ശാസന ഏറ്റുവാങ്ങേണ്ടി വന്ന പരീശന്മാർ മതഭക്തിയിൽ ചെന്ന് അവസാനിച്ചതിൻ്റെ കാരണം എന്തായിരിക്കും? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അത് യേശു പറയുന്നുണ്ട്. ദൈവം അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ കൈക്കൊള്ളുന്നു. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ലക്ഷ്യം നല്ലതായിരുന്നു, പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷേ മതഭക്തരായി അധപ്പതിക്കുവാനുള്ള കാരണം അവിടെ വ്യക്തമായിട്ട് പറയുന്നു. അവർ ദൈവവുമായിട്ട് ആത്മബന്ധത്തിൽ ആയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർക്കറിയാമായിരുന്നു, പക്ഷേ ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായിരുന്നില്ല. നാം വളരെ ഗൗരവത്തോടെ ഈ കാലത്ത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുവിൻ്റെ കാലത്ത് പരീശന്മാർ മതഭക്തരാണെന്നും അവർ കപടഭക്തിക്കാരാണെന്നും കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം അവർക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അതക്ഷരമായിട്ട് മാത്രമാണ് മനസ്സിലായത്. അതനുസരിക്കുവാനുള്ളതാണെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവർ മത്സരിച്ചു, അനുസരിച്ചില്ല. അവർ പഠിപ്പിച്ചിരുന്നു, പക്ഷേ അവർ പ്രായോഗികമാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്നു.
മറ്റുള്ളവരെ മതത്തിൽ ചേർക്കേണ്ടതിന് കരയും കടലും ചുറ്റി അവർ സഞ്ചരിച്ചിരുന്നു. എല്ലാം നല്ല കാര്യങ്ങളാണ്, നല്ല ഉദ്ദേശങ്ങളാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം നാം മറ്റേത് കാര്യങ്ങൾക്ക് കൊടുത്താലും നാം ആത്മീയരാകില്ല, നാം മതഭക്തരായി എണ്ണപ്പെടും എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക, അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക, ക്രിസ്തു നടന്നതുപോലെ നടക്കുവാൻ ജീവിതത്തിൽ തീരുമാനമെടുത്ത് പരിശ്രമിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ഇതൊക്കെയാണ് വാസ്തവത്തിൽ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം, പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നാം മതഭക്തരായി കപടഭക്തിക്കാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ ആത്മീയരായി എണ്ണപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഏവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.